ഡേ ട്രിപ്പ് അങ്ങനെ തുടങ്ങി രണ്ടാമത്തെ ഡെസ്റ്റിനേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വണ്ടി. നല്ല കാഴ്ചകളാണ് നമുക്ക് ഇതിനോട് തന്നെ കാണാൻ പറ്റുന്നത്. പോകുന്ന വഴികളാണെന്നുണ്ടെങ്കിലും ഒരു ഓഫ് റോഡ് ആണെന്നുണ്ടെങ്കിലും വളരെ മനോഹരമാണ്. മഞ്ഞ് വീഴുന്ന സമയങ്ങളിലെല്ലാം ഇവിടെ മഞ്ഞ് മൂടി കിടക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഷേപ്പുകളാണെന്നുണ്ടെങ്കിലും ഒരു പ്രത്യേക ഭംഗിയാണ്. ലവ് വാലിയിലേക്കാണ് നമ്മളീ പോകുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിമ്മിനീസൊക്കെ എന്നാണ് ഇവർ പറയുന്നത്. മഞ്ഞ് വീണ് അതിൻ്റെ ഒരു ആകൃതിയും ആ രൂപവും എല്ലാം ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട്. കാണുന്നത് തന്നെ വളരെ മനോഹരമായിട്ടുണ്ടെന്ന് പറയാം. ഇത് രണ്ടാമത് ഡെസ്റ്റിനേഷനാണ്. നമ്മൾ അങ്ങനെ അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനോടകം തന്നെ നമുക്ക് കാണാൻ പറ്റിയൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഹോഴ്സ് റൈഡ് ഒരു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് വേറെ ടൂർ പാക്കേജാണ്. ഹോഴ്സ് റൈഡിലൂടെ നമുക്ക് ഈ സ്ഥലങ്ങളെല്ലാം കാണാനുള്ള സൗകര്യം അവിടെ അവൈലബിളാണ്. അതുപോലെ തന്നെ ക്യാമൽ റൈഡ്, ക്യാമലിൻ്റെ പുറത്ത് കയറിയിട്ട് നമുക്ക് ഈ സ്ഥലങ്ങളെല്ലാം വന്ന് സന്ദർശിക്കാവുന്നതാണ്. പക്ഷേ നമ്മളൊരു വണ്ടിയിൽ പോകുന്ന അത്രയും കംഫർട്ടായിരിക്കില്ല. കംഫർട്ട് മീൻസ് അത്രയും സ്ഥലങ്ങൾ കവർ ചെയ്യാൻ പറ്റിയിരിക്കണമെന്നില്ല. പക്ഷേ എന്തുകൊണ്ടും നമ്മളൊരു ടൂർ പാക്കേജ് എടുത്തത് വളരെ വർത്തിയായിട്ടാണെന്ന് പറയാം. 6500 6000 രൂപയ്ക്ക് മേളിൽ നമ്മൾ കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ടൂർ പാക്കേജ് വൺ ഡേ പാക്കേജ് എടുത്തതെങ്കിലും വളരെ മനോഹരമായിട്ടുണ്ട് ഈ സ്ഥലങ്ങളെല്ലാം കാണാനായിട്ട്. അത് നേരിട്ട് കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവുള്ളൂ. ഇപ്പം നേരിട്ട് കാണുമ്പോൾ ഉള്ള ഫീലെന്ന് പറഞ്ഞാൽ വളരെ മനോഹരമാണെന്ന് തന്നെ പറയാൻ പറ്റും. പണ്ട് കാലത്ത് മനുഷ്യരൊക്കെ ഇവിടെ എങ്ങനെയാണ് ജീവിച്ചിട്ടുണ്ടാവുക എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്ന കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ടൂർ ഗൈഡ് നമ്മളോട് പറയുന്നുണ്ട്. അതുമാത്രമല്ല മഞ്ഞുകാലത്ത് ഇതിന് തണുപ്പിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടിയിട്ടും ഈ സാധനങ്ങൾ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഉള്ള സംവിധാനങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞു തരുന്നുണ്ട്. ടൂർ പാക്കേജിൻ്റെ ഗൈഡ് തന്നെ പറഞ്ഞു തരുന്നുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ അങ്ങനെ വണ്ടി പോവുകയായി. ചെറിയ പട്ടണങ്ങളും അതുപോലെ തന്നെ ചെറിയ ചെറിയ വീടുകളും അതെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അടുത്ത ഡെസ്റ്റിനേഷൻ ഓസ്കനാക്ക് എന്ന് പറയുന്ന ഒരു അണ്ടർഗ്രൗണ്ട് സിറ്റിയാണ്. ഓസ്കനോക്ക് തന്നെയാണോ പറയുന്നത് എനിക്കറിയില്ല. അവരുടെ പ്രൊനൗൺസിയേഷൻ വളരെ വ്യത്യാസമുണ്ട്. അപ്പം അടുത്ത അണ്ടർഗ്രൗണ്ട് സിറ്റി എന്ന് പറയുന്നത് പ്രാചീന കാലത്ത് മനുഷ്യൻ എങ്ങനെയാണ് ശത്രുക്കളിൽ നിന്നും അതുപോലെ തന്നെ തണുപ്പിൽ നിന്നൊക്കെ രക്ഷ നേടാനായിട്ട് സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുകയും അങ്ങനെയൊക്കെ ചെയ്ത കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്ന ഒന്നാണെന്നാണ് ടൂർ ഗൈഡ് പറഞ്ഞത്. ആ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.